5-ാം വാക്യം നമുക്കിനി നോക്കാം. ദൈവമേ, നീ എൻ്റെ ഭോഷത്വം അറിയുന്നു, എൻ്റെ അകൃത്യങ്ങൾ നിനക്ക് മറവായിരിക്കുന്നില്ല. ഈ വാക്യം കർത്താവിന് എപ്രകാരം യോജിക്കും? അവൻ ഒരു മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിൽ വന്നത്. ഈ കാര്യം നാം എപ്പോഴും ഓർക്കണം. അവൻ പരിശുദ്ധനും നിഷ്കളങ്കനും നിർദോഷനും പാപികളോട് വേർപെട്ടവനുമായിരുന്നു. എന്നാൽ ക്രൂശിലെ അവസാനത്തെ മണിക്കൂറുകളിൽ അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഗത്സമനയിൽ അതായിരുന്നു അവൻ നീങ്ങിക്കിട്ടുവാൻ ശ്രമിച്ചത്. അവൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു: പിതാവേ, ഈ പാനപാത്രം നീക്കണമേ. ഏത് പാനപാത്രമാണ്? പാപത്തിൻ്റെ പാനപാത്രം, എൻ്റെയും താങ്കളുടെയും അകൃത്യങ്ങളുടെ പാനപാത്രം. അത് തൻ്റെ മേലിട്ട പാപം അവന് വളരെയധികം വേദനയുണ്ടാക്കുന്നതായിരുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം അത് സാധാരണയായി വരുന്നു. എന്നാൽ അവൻ വിശുദ്ധനായിരുന്നതുകൊണ്ട് അവൻ്റെ കഷ്ടത വളരെയധികം പ്രയാസമേറിയതായിരുന്നു. 6-7 വാക്യങ്ങളിൽ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ, നിങ്കൽ പ്രത്യാശ വെക്കുന്നവർ എൻ്റെ നിമിത്തം ലജ്ജിച്ചു പോകരുത്. ഇസ്രായേലിൻ്റെ ദൈവമേ, നിന്നെ അന്വേഷിക്കുന്നവർ എൻ്റെ നിമിത്തം നാണിച്ചു പോകരുത്. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടിയിരിക്കുന്നു. യേശു അത് വഹിക്കുന്നതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, അവൻ ആരായിരുന്നു എന്നതിനാൽ അവർ അവനെ വെറുത്തു. ഇന്നും അതുപോലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാപി നീതിമാനെ വെറുക്കുന്നു. 2, ഒരു താഴ്ചയുള്ള സ്ഥാനം ഈ ഭൂമിയിൽ എടുക്കുവാനാണ് അവൻ വന്നത്. ഇനിയും 8-ാം വാക്യം നോക്കിക്കാട്ടെ. എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യനുമായി തീർന്നിരിക്കുന്നു. മറിയത്തിന് മറ്റു മക്കളും ഉണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത് ഉറപ്പാക്കുക എത്ര ചെയ്യുന്നത്. ഒരുപക്ഷെ ഒരു ദിവസം അവളുടെ മക്കളായ യൂദയും യോസയും അവളോട് ഇപ്രകാരം പറഞ്ഞു കാണും: അമ്മേ, തെരുവിൽ ചിലർ പറയുന്നത് ഞങ്ങൾ കേട്ടു, യേശു ഞങ്ങളുടെ യഥാർത്ഥ സഹോദരനല്ല എന്നാണ് അവർ പറഞ്ഞത്. അവൻ്റെ അപ്പൻ ആരാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ എന്നവർ പറഞ്ഞു. തൻ്റെ അമ്മയുടെ മക്കൾക്ക് അവൻ അന്യനായി തീർന്നു. യേശു വളർന്ന ഭവനം ഒരു സന്തുഷ്ട ഭവനമായിരുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരുപക്ഷെ അത് വളരെയധികം അസന്തുഷ്ടമായ ഒരു കുടുംബമായിരുന്നിരിക്കാം. എൻ്റെ അമ്മയുടെ മക്കൾക്ക് അന്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. എൻ്റെ അപ്പൻ്റെ മക്കൾക്ക് എന്നല്ല പറഞ്ഞിരിക്കുന്നത്. കാരണം യോസഫ് അവൻ്റെ അപ്പനായിരുന്നില്ല. അവർക്ക് അവൻ ഒരു അന്യനായിരുന്നു. ഈ വാക്യം യേശുവിൻ്റെ കന്യകാജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു എന്ന കാര്യം ഓർക്കണം. 9-ാം വാക്യം, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞു, നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എൻ്റെ മേൽ വീണിരിക്കുന്നു. ദൈവാലയത്തെ സംബന്ധിച്ച് ഈ വാക്യം നമ്മുടെ കർത്താവ് ഉദ്ധരിച്ചിട്ടുണ്ട്. ദേവാലയത്തിൽ ആടുകളെ വിൽക്കുകയും കാളകളെയും പ്രാവുകളെയും യാഗത്തിനു വേണ്ടി വിൽക്കുന്നവരെ നമ്മുടെ കർത്താവ് കണ്ടു. അവൻ പണം മാറിക്കൊടുക്കുന്നവരെയും അവിടെ കണ്ടു. യേശു ഒരു ചെറിയ ചാട്ടവാറുണ്ടാക്കി. എന്നിട്ട് അവരെയെല്ലാം അവിടെ നിന്ന് അടിച്ചോടിച്ചു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാല ആക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. യോഹന്നാൻ 2:16-17. ഈ മനുഷ്യർ മതഭക്തരും അതേസമയം ചിതൽ പോലെ നാശം വരുത്തുന്നവരുമായിരുന്നു. അവർ വളരെയധികം പ്രവർത്തന നിരതരായിരുന്നു എന്നോർക്കണം. എന്നാൽ അതേസമയം തന്നെ അവർ ദൈവത്തിൽ നിന്ന് അകലെയുമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. 10-ാം വാക്യം നോക്കിക്കാട്ടെ. ഇനിയും, ഞാൻ കരഞ്ഞ് ഉപവാസത്താൽ ആത്മതപനം ചെയ്തു, അതും എനിക്ക് നിന്നയായി തീർന്നു. അവൻ കരയുകയോ ഉപവസിക്കുകയോ? അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ സഹോദരന്മാർ അവനെ പരിഹസിക്കുമായിരുന്നു. വെറുതെ കാണിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാകുന്നു എന്നത്രേ അവർ അവനോട് പറഞ്ഞത്. 11-ാം വാക്യത്തിൽ, ഞാൻ 8 ശീല എൻ്റെ ഉടുപ്പാക്കി, ഞാൻ അവർക്ക് പഴഞ്ചൊല്ലായി തീർന്നു. എന്താണ് പഴഞ്ചൊല്ലെന്ന് നിങ്ങൾക്കറിയാമോ? ജാരസന്തതി എന്നാണ് അവനെക്കുറിച്ച് ചുറ്റുപാടും അറിയപ്പെട്ടിരുന്നത്. അതെ, അവനെ ഏറ്റവും അധികം നിന്ദിച്ചതായിട്ടുള്ള ഒരു സമൂഹം. 12-ാം വാക്യം നോക്കിക്കാട്ടെ. പട്ടണവാതിൽക്കൽ ഇരിക്കുന്നവർ എന്നെക്കുറിച്ച് സല്ലപിക്കുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. നഗരത്തിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, ന്യായാധിപന്മാരാണ് പട്ടണവാതിൽക്കൽ ഇരുന്നിരുന്നത്. നസറത്തിലെ ഉന്നതന്മാരായ ആളുകൾ പോലും അവനെ നിന്ദിച്ചു.
അവനെതിരായി സംസാരിച്ചിരുന്നു എന്ന് ശ്രദ്ധിക്കുക. നസറേത്ത് ഒരു ചെറിയ പട്ടണമായിരുന്നു. യേശു ദൈവപുത്രൻ ആകുന്നു എന്ന കാര്യം അവർ വിശ്വസിക്കുവാൻ തയ്യാറാകാഞ്ഞതുകൊണ്ട് നസറേത്തിലെ ആളുകൾ യേശു ക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്നില്ല. ഇവിടെ പറയുന്നു, ഞാൻ മദ്യപന്മാരുടെ പാട്ടായിരിക്കുന്നു. നസറേത്തിലെ കള്ളുഷാപ്പിൽ മദ്യപന്മാർ കൂടിയിരുന്ന് യേശുവിനെക്കുറിച്ചും അവൻ്റെ അമ്മയെക്കുറിച്ചും പരിഹാസ പാട്ടുകൾ പാടിയിരുന്നു. നസറേത്തിലെ അവൻ്റെ ജീവിതം അതായിരുന്നു. അത് നല്ലതായിരുന്നില്ല. ഇതെല്ലാം അവൻ എന്തിനാണ് സഹിച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ മകനായി തീരേണ്ടതിന് വേണ്ടി. അവൻ ഒരു ജാരപുത്രൻ എന്ന് വിളിക്കപ്പെട്ട ഒരു പട്ടണത്തിൽ വളർത്തപ്പെട്ടു. നീ ദൈവത്തിൻ്റെ മകനല്ല എന്ന് എൻ്റെ നേരെ വിരൽ ചൂണ്ടി പറയുവാൻ സ്വർഗത്തിൽ ആരും ഉണ്ടായിരിക്കില്ല. കാരണം ദൈവപുത്രൻ അത് ക്രൂശിൽ എനിക്ക് വേണ്ടി സഹിച്ചു. എൻ്റെ പാപങ്ങളുടെ ശിക്ഷ അവൻ ഏറ്റെടുത്തു. പ്രിയ സുഹൃത്തെ, താങ്കളെ ഒരു യഥാർത്ഥ ദൈവ പൈതൽ ആക്കുന്നതിന് വേണ്ടി അവൻ 30 വർഷക്കാലം എന്തെല്ലാം സഹിച്ചു എന്ന് താങ്കൾക്ക് വ്യക്തമായി അറിയില്ല. എന്നാൽ ഒരു മനുഷ്യന് സഹിക്കാവുന്നതിലേക്കും ക്രൂരമായതെല്ലാം അവൻ സഹിച്ചു. 13-ാം വാക്യം, ഞാനോ യഹോവയെ പ്രസാദകാലത്ത് നിന്നോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിൻ്റെ ദയയുടെ ബഹുത്വത്താൽ നിൻ്റെ രക്ഷാ വിശ്വസ്തതയാൽ തന്നെ എനിക്ക് ഉത്തരമരുളണമേ. ഈ വാക്യം 2 കൊരിന്ത്യർ 6:2 ഉദ്ധരിച്ചിട്ടുണ്ട്. അവിടെ ഇപ്രകാരം നാം വായിക്കുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നുവല്ലോ. ഇപ്പോൾ ആകുന്നു സുപ്രസാദകാലം, ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം. യേശു പ്രാർത്ഥിച്ചു എന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അവൻ എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് ഈ സങ്കീർത്തനം പറയുന്നു. 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ, ചേറ്റിൽ നിന്ന് എന്നെ കയറ്റണമേ, ഞാൻ താണുപോകരുതേ. എന്നെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്നും ആഴമുള്ള വെള്ളത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. ജലപ്രവാഹം എൻ്റെ മീതെ കവിയരുതേ, ആഴം എന്നെ വിഴുങ്ങരുതേ, കുഴി എന്നെ അടച്ചു കൊള്ളുകയും അരുതേ. യഹോവേ എനിക്ക് ഉത്തരമരുളണമേ. നിന്റെ ദയ നല്ലതല്ലോ, നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എങ്കിലേക്ക് തിരിയണമേ. അടിയന് തിരുമുഖം മറയ്ക്കരുതേ. ഞാൻ കഷ്ടത്തിലിരിക്കിയാൽ വേഗത്തിൽ എനിക്ക് ഉത്തരമരുളണമേ. എൻ്റെ പ്രാണനോട് അടുത്തു വന്ന് അതിനെ വീണ്ടുകൊള്ളണമേ. എൻ്റെ ശത്രുക്കൾ നിമിത്തം എന്നെ വീണ്ടെടുക്കണമേ. എനിക്കുള്ള നിന്ദയും ലജ്ജയും അപമാനവും നീ അറിയുന്നു. എൻ്റെ വൈരികൾ എല്ലാവരും നിൻ്റെ ദൃഷ്ടിയിൽ ഇരിക്കുന്നു. യേശുവിൻ്റെ കഷ്ടത നാം കാണുന്നു. എന്നാൽ അതേസമയം തന്നെ വിടുതലിൻ്റെയും വിജയത്തിൻ്റെയും ആ അവസ്ഥ അവനുണ്ടായിരുന്നു. ആ ഉറപ്പ് ഇവിടെ നാം കാണുന്നു. ആഴത്തിനോ കുഴിക്കോ അവനെ അടച്ചു കളയുവാൻ കഴിഞ്ഞില്ല. അവൻ അവയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ക്രൂശിലെ നമ്മുടെ കർത്താവിൻ്റെ അന്ധകാരപൂർണമായ മണിക്കൂറുകളെക്കുറിച്ചാണ് അടുത്ത 2 വാക്യങ്ങളിൽ പറയുന്നത്. 20-21 വാക്യങ്ങൾ. നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു, ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു. വല്ലവനും സഹതാപം തോന്നുമോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, ആർക്കും തോന്നിയില്ല. ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്നും നോക്കിക്കൊണ്ടിരുന്നു, ആരെയും കണ്ടില്ല താനും. അവർ എനിക്ക് തിന്നുവാൻ കയ്പ് തന്നു, എൻ്റെ ദാഹത്തിന് അവർ എനിക്ക് ചൊറുക്ക കുടിപ്പാൻ തന്നു. പ്രതികാരത്തിന് വേണ്ടിയുള്ള അവൻ്റെ പ്രാർത്ഥന ഇതാണ്. 22-ാം വാക്യം, അവരുടെ മേശ അവരുടെ മുമ്പിൽ കണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായും തീരട്ടെ. പൗലോസ് റോമർക്ക് എഴുതിയ തൻ്റെ ലേഖനത്തിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരുടെ മേശ അവർക്ക് കണിയായും അവർക്ക് കുടുക്കായും ഇടർച്ചയായും പ്രതികാരവുമായി തീരട്ടെ എന്ന് 11-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ കാണുന്നുണ്ട്. പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ക്രിസ്തീയമല്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ക്രിസ്തുവിനെ ത്യജിക്കുന്നവരോടുള്ള ബന്ധത്തിൽ പുതിയ നിയമത്തിൽ ഇത് ഉദ്ധരിച്ചിരിക്കുന്നത് കൊണ്ട് ഇതിൽ ക്രിസ്തീയമല്ലാത്തതായി ഒന്നും തന്നെ കാണുവാൻ കഴിയുകയില്ല. പ്രതികാരത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ യഥാർത്ഥ സാഹചര്യത്തിൽ നാം അവയെ കാണുമെങ്കിൽ നഷ്ടപ്പെട്ടവരുടെ മേൽ പ്രഖ്യാപിക്കപ്പെട്ട ന്യായവിധിയാകുന്നു അവ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 25-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ നാം കാണുന്നത്, അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അവരുടെ കൂടാരങ്ങളിൽ ആരും പാർക്കാതിരിക്കട്ടെ. പത്രോസ് അപ്പോസ്തലൻ ഈ വാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 1:20 ഇസ്കറിയോത്ത യൂദായെ സംബന്ധിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. ഇനിയും 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്, നീ ദണ്ഡിപ്പിച്ചവനെ അവർ ഉപദ്രവിക്കുന്നു, നീ മുറിവേൽപ്പിച്ചവരുടെ വേദനയെ അവർ വിവരിക്കുന്നു. അവരുടെ അകൃത്യത്തോട് അകൃത്യം കൂട്ടണമേ, നിന്റെ നീതിയെ അവർ പ്രാപിക്കരുതേ, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ എന്ന്. മഹത്വകരമായ സ്തുതിഗാനത്തോടുകൂടെയാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. 30-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ പാട്ടോടെ ദൈവത്തിൻ്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. ഒന്നാമത് കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ അവൻ താഴ്മയുള്ളവനായിട്ടാണ് വന്നത്. എന്നാൽ മഹിമയോടെ അവൻ വീണ്ടും ഭൂമിയിൽ വരുവാൻ പോകുന്നു.
വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. സ്വർഗത്തിലും വീണ്ടെടുക്കപ്പെട്ടവർ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയരെ, ഇന്ന് ലോകത്തിൽ 2 വിധത്തിലുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ. നഷ്ടപ്പെട്ടവരും രക്ഷിക്കപ്പെട്ടവരും. 2 കൂട്ടർ. താങ്കൾ ഇതിൽ ഏത് കൂട്ടത്തിൽപ്പെടും? 34 വാക്യത്തിൽ, ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കട്ടെ. ദൈവം സിയോനെ രക്ഷിക്കും, അവൻ യഹൂദ നഗരങ്ങളെ പണിയും. അവർ അവിടെ പാർത്ത് അതിനെ കൈവശമാക്കും. അവൻ്റെ ദാസന്മാരുടെ സന്തതി അതിനെ കൈവശമാക്കും. അവൻ്റെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കും. ചരിക്കുന്ന സകലവും അവനെ സ്തുതിക്കുന്നത് എത്ര മനോഹരമായ ഒരു ഹല്ലേലൂയ ഗാനമായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നതിനായി എത്രമാത്രം താല്പര്യം കാണിക്കാറുണ്ട്? അവൻ ചെയ്ത നന്മകൾക്കായി, അവൻ ആരായിരിക്കുന്നു എന്നതിനെ ഓർത്ത്.